നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുടുംബത്തിലെ 4 പേര് ആത്മഹത്യ ചെയ്ത കാര്യം. അച്ഛനും അമ്മയും ചെറിയ കുഞ്ഞു മക്കളും കൂടിയിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത്രയേറെ ദാരിദ്ര്യം പിടിമുറുക്കിയിട്ടുള്ള ഒരു കുടുംബം. വാടക വീട്ടിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒഴിയേണ്ടതായിട്ട് വന്നു. ഈ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും പ്രായമില്ല കേട്ടോ, അവർക്ക് ചെറിയ കുഞ്ഞു മക്കളാണ്. ആ അമ്മയ്ക്കാണെങ്കിൽ കാഴ്ച പരിമിതി ഉള്ളതായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, കൂലിപ്പണിക്കാരനായിട്ടുള്ള അവരുടെ പിതാവ്, അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കണം. അത്രമേൽ ആ കഷ്ടപ്പാട് അനുഭവിച്ചു. ഇനി ഇത് സഹിക്കില്ല, അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം, സഹായത്തിനായിട്ട് ആരും ഇല്ല തങ്ങൾക്ക് എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം അവരെ അത് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായിട്ട് കുട്ടികളായിട്ട് പാർക്കിൽ കറങ്ങാനായിട്ട് പോയി. അവർക്ക് ബേക്കറിയിൽ കയറിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തു. അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഇനിയൊരു സന്തോഷം ഇനി ഈ ഒരു ജീവിതത്തിൽ ഇല്ല എന്ന് ആ അച്ഛനും അമ്മയും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ആ CCTVയുടെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിന് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു നിവൃത്തിയില്ലാതെ വരുന്ന മരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. എങ്ങനെയാണെന്നറിയോ? നമുക്ക് പലർക്കും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിലെ മറ്റുള്ളവരെ, കഷ്ടത അനുഭവിക്കുന്നവരെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ, അവരെ തിരിച്ചറിയാനുള്ള സമയം നമുക്ക് ലഭിക്കണില്ല. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും. അവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ വാടകയ്ക്ക് ഒരാൾ വന്ന് താമസിക്കണമെങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവരുടെ സ്വന്തം ഇരിപ്പിടം അല്ലെങ്കിൽ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ട് ഒന്നുമില്ലാത്തവരൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കണം. ശരിക്കും പറഞ്ഞാൽ അവരെ സഹായിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പലരും അതൊന്നും പറയില്ല. നല്ലവരാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ആരെ അറിയിക്കാണ്ട് അവരിൽ തന്നെ ഒതുങ്ങിക്കൂടിയിട്ടായിരിക്കും കഴിയുന്നുണ്ടായിരിക്കുക. പക്ഷെ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തൊട്ടടുത്ത് എന്തൊക്കെ നടക്കുന്നു അതിപ്പോൾ ഒരു വ്യക്തിക്ക് അന്വേഷിക്കാം, നേരിട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ സംഘടനകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ അവിടേക്ക് കയറി ചെല്ലാലോ ധൈര്യമായിട്ട്. അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ആ ചുറ്റിനുമുള്ളവർ അറിഞ്ഞിരിക്കണം. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കണം. ഞാൻ മുൻപും പറയാറുണ്ടല്ലോ, നമ്മൾ എന്ത് സഹായങ്ങൾ പ്രതിഫലിച്ച കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഭഗവാന്റെ പുസ്തകത്തിൽ കുറച്ചധികം മാർക്കാണ് ഭഗവാൻ ഇട്ട് തരിക. അപ്പം അങ്ങനെയൊക്കെ അവർക്ക് സഹായിക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ, പ്രത്യാശ നൽകുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് അവരുണ്ടാകുമായിരുന്നു. അപ്പം എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ളത്, കഷ്ടതകൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റിലും, നമ്മുടെ കൺമുന്നിലുണ്ടായിരിക്കും. പക്ഷെ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല ആരും. സഹായിക്കാനായിട്ട് കഴിവുള്ളവരുണ്ടായിരിക്കും, എന്നാലും പലരും കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഹജീവികൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം. നമ്മോടൊപ്പം തന്നെ ജീവിക്കാനായിട്ട് അവകാശമുള്ളവരാണ് ഈ ഭൂമിയിൽ, അല്ലെ? മനുഷ്യന്മാരാണ് എല്ലാവരും, മൃഗങ്ങളൊന്നുമല്ലല്ലോ. മൃഗങ്ങൾക്ക് പോലും അങ്ങനെയുള്ള കരുണയുണ്ട്. അപ്പോൾ അവരെ നമ്മളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ അങ്ങനെയുള്ളവർക്ക് കണ്ടെത്തിയിട്ട് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. എത്രത്തോളം അതിദാരിദ്ര്യമൊന്നും ഇല്ലാതായി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് അവർ മനസ്സിലങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ കേട്ടോ. ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമാണ് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുക. വീഡിയോൻ്റെ ആദ്യം തന്നെ എല്ലാവരെയും വിഷമിപ്പിച്ചു എന്ന് കരുതരുത് കേട്ടോ. എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. പക്ഷെ അപ്പോൾ ഭഗവാന്റെ തീരുമാനമായിരിക്കാം, ഭഗവാൻ അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കാം. കാരണം നമ്മൾക്ക് ഒരാൾക്കെങ്കിലും ഒരാളെ സഹായിക്കാനായിട്ട് സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പുണ്യമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് ഭഗവാന്റെ ഭക്തരെ അങ്ങനെയുള്ള പുണ്യ കർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും നമുക്കിന്ന്
ഇന്നത്തെ വീഡിയോയിലേക്ക് വരാട്ടോ. ഇന്ന് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ പലതരത്തിൽ വഴിപാടുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലർക്കൊന്നും ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നുണ്ടായിരിക്കില്ല. പലവിധ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ. ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ കുറവായിട്ടും താഴ്ചകൾ കൂടുതലായിട്ടും പരാജയങ്ങൾ കൂടുതലായിട്ടും ഒക്കെ വരുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അനുഭവത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ പേരും ഒരു ജ്യോത്സ്യരെ കാണാനായിട്ട് പോകും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരിൽ കൂടുതൽ പേരും പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, കുലദൈവത്തിനെ കാണാനായിട്ട് പോകുന്നില്ലല്ലോ, അവിടേക്ക് വേണ്ട രീതികൾ ചെയ്യുന്നില്ലല്ലോ, കുലദൈവത്തെ മറന്നോ എന്നൊക്കെയായിരിക്കും ചോദിക്കാം. അപ്പോൾ ഈ കുലദൈവം അല്ലെങ്കിൽ പരദേവത, കുലദേവത എന്നൊക്കെ പറയുന്നതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ അവരെ വേണ്ട വിധം നമ്മൾ നോക്കുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ട ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, പരിഗണിക്കുന്നില്ലെങ്കിലൊക്കെ അവരുടെ ആ ഒരു വിഷമം മനസ്സിലുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പലർക്കും സംഭവിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, കുലദേവതയുടെ പ്രീതി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചിലർക്കാണെങ്കിലും ഈ കുലദൈവം ആരാണ് എന്ന് അറിയില്ല. എവിടെയായിരിക്കും ഈ സ്ഥലം എന്ന കുലദേവത, ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ, അതെവിടെയാണെന്ന് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. ഇപ്പം അച്ഛൻ്റെ കുലദൈവത്തിനെയാണോ, അതായത് അമ്മയുടെ കുലദൈവത്തെയാണോ മക്കൾ ആരാധിക്കേണ്ടത്, അതും പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. എങ്ങനെയാണ് കുലദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ആരാധിക്കേണ്ടത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് വെണ്ണക്കുടം ഒരെണ്ണം ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നിറയെ വെണ്ണയുള്ളത്. ഭഗവാൻ ശ്രീലകത്ത് ഇരിക്കുകയാണ്. 2 കൈകൾ കൊണ്ടും ആ വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണൻ. യശോദാമ്മയുടെ അടുത്തൊന്നല്ലാട്ടോ ഇരിക്കുന്നത്, ഒരു ഗോപികയുടെ ഗൃഹത്തിലാണ്. കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നതാണ്. എന്തിനാ? വെണ്ണ മോഷ്ടിക്കാനായിട്ട്. ചെന്നപാടെ വെണ്ണക്കുടൊക്കെ ഇരിക്കുന്നത് കണ്ടു. നമ്മുടെ ഉണ്ണിയാണല്ലോ ഏറ്റവും ആദ്യം എടുക്കുക. അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഗോപിക അവിടേക്ക് വന്നത്. ആ ഒരു കാൽപെരുമാറ്റം കേൾക്കേണ്ട മാത്രയിൽ തന്നെ കൂടെ വന്നവരൊക്കെ ജീവനും കൊണ്ടു ഓടി. ഉണ്ണിയാണെങ്കിലോ എന്തായാലും വെണ്ണക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചെടുത്ത് കഴിക്കണമല്ലോ. അപ്പോൾ കഴിക്കാനുള്ള ഒരു രീതിയിലിരിക്കുക. മുഖത്തൊക്കെ നിറയെ വെണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, കയ്യിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ദേഹത്തൊക്കെ വെണ്ണയായിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഞാനിപ്പോൾ എണീറ്റ് ഓടുക? ഇത് ചെറുതാണല്ലോ, ഒരു കുഞ്ഞിതല്ലേ, പെട്ടെന്ന് ഓടാനും പറ്റില്ല. അതാണെങ്കിലോ വെണ്ണയൊക്കെ കഴിച്ചിട്ട് ആ ഒരു 1/4 ഭാഗമൊക്കെ ആയിരിക്കണം, കുറച്ച് തടിയൊക്കെ വയറൊക്കെ വീർത്തിട്ടുണ്ട്. അപ്പം നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീറ്റ് ഓടാനൊന്നും പറ്റില്ലല്ലോ. ആ വയറ് നിറഞ്ഞതിൻ്റെ ഒരു അസ്വസ്ഥതയെങ്കിലും അവർക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്നു. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ ഈ ഗോപിക വന്ന് നോക്കിയപ്പോഴും കൂടെയുള്ള കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ സ്ഥലം വിട്ടിരിക്കണു. ഭഗവാൻ വെണ്ണ കൊടുത്തിട്ട് അരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാണാൻ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചാട്ടോ. ഭഗവാന്റെ നിറത്തിലെ ഈ വെണ്ണ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് അതിലേറെ ഭംഗിയുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഗോപികയ്ക്ക് വഴക്ക് പറയാനോ തല്ലാനോ ഒന്നുമല്ല തോന്നിയത്. എന്ത് ചന്തത്തിലാ ഭഗവാൻ ഇരുന്നിട്ട് വെണ്ണ കഴിക്കുന്നത്, എന്ത് ഭംഗിയായിട്ട് ആ കുഞ്ഞിക്കുടവയർ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാത്സല്യാണ് കേട്ടോ ഗോപികയ്ക്ക് തോന്നിയത്. അപ്പോൾ വഴക്ക് പറയാനൊന്നും തോന്നിയില്ല. അതിങ്ങനെ നോക്കി കാണുക, ഭംഗിയായിട്ട് ഭഗവാൻ ഇങ്ങനെ വെണ്ണ കോരി കഴിക്കുന്നത്. ഭഗവാനാണെങ്കിലോ ഇപ്പം ചെവി പിടിക്കും എന്നുള്ള രീതിയിൽ ഗോപിക വരുന്നതായിട്ടാണ് ഭഗവാന് തോന്നിയത്. പക്ഷേ ഉപദ്രവിക്കുന്നൊന്നുമില്ല, വഴക്കൊന്നും പറയുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഭഗവാനും ഒന്ന് ആശ്വാസമായി. ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെയും ഇരുന്നിട്ട് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോപികയാണെങ്കിൽ അതിയായിട്ടുള്ള സന്തോഷത്തിലാണ്. കാരണം ഈ വെണ്ണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെണ്ണക്കുടം മോഷ്ടിച്ചു ഭഗവാൻ വെണ്ണ കട്ടെടുത്ത് കഴിച്ചു എന്നുള്ള പരാതിയായിട്ട് യശോദാമ്മയുടെ അടുത്തേക്ക് പോകാലോ, അതും ഭഗവാനെ കയ്യിലെടുത്തിട്ട് പോകാം. അപ്പം ഇന്നലെ തടിച്ചു ഉരുണ്ടിട്ടുള്ള നല്ല ചന്തത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പട്ടുകോണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടികളെ എടുക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെ, വെണ്ണയൊക്കെ കഴിച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ നിന്റെ ചെവി പിടിക്കാം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഭാവത്തിൽ നോക്കി നിൽക്കുക ഉണ്ണിക്കണ്ണന്. പക്ഷെ ഉണ്ണിക്കണ്ണൻ അങ്ങനെയൊന്നല്ല കേട്ടോ. ആ ഭീഷണിയാണെങ്കിലും അത് സ്നേഹത്തോടുള്ള ഭീഷണിയാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വെണ്ണക്കുടം എനിക്കിപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് കിട്ടിയല്ലോ, കൂട്ടുകാർക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് അത് നിറയെ ഇങ്ങനെ വാരി കഴിക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു ഭഗവാന്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ആ കുറുമ്പൻ്റെ മുഖവും ആ ഒരു ഇരിപ്പും ആ വെണ്ണ കഴിക്കുന്ന രീതിയും ഒക്കെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചോളൂ കേട്ടോ. വെണ്ണക്കണ്ണനായിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും. ഇനി നമുക്ക് പരദേവത അല്ലെങ്കിൽ കുലദേവതയെ കുറിച്ച് പറയാട്ടോ. ഒരു കുലത്തിൻ്റെ ദേവത,
അതായത് ഇപ്പൊ പണ്ട് കാലം മുതലേ ഇപ്പൊ കുലത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ആരാധിക്കുന്ന ഒരു ദേവതയായിരുന്നു. അതിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് കുടുംബങ്ങളൊക്കെ ആയിട്ട് വേർതിരിഞ്ഞപ്പോൾ പലർക്കിടയിലും പല രീതിയിലുള്ള അപ്പോൾ വഴക്കുകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ വേർപിരിഞ്ഞാലും അവർ ആരാധിച്ചു പോകുന്ന ആ ഒരു കുലദൈവം ഉണ്ടാവുമല്ലോ, അതൊരു കുടുംബത്തിന്റെ കുലദൈവമായിട്ട് മാറി. അപ്പോൾ ഒരു കുടുംബം ആരാധിക്കുന്ന ആ ഒരു കൂടുതലും ഭഗവതി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭദ്രകാളി, ഭുവനേശ്വരി അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലും കുലദേവതമാര് പരദേവതമാരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ പോലെയാണ്, അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ പോലെയാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അത് അമ്മയായിട്ടാണല്ലോ, അപ്പൊ മക്കൾക്ക് എന്താണ് മുത്തശ്ശിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ മുതുമുത്തശ്ശിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ ഇവരുടെ ആ ഒരു ഭാവം അതാണ്. അപ്പോൾ ഈ അമ്മമാരുടെ അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ ഒക്കെ പ്രത്യേകത എന്താ, മക്കളുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവിടെ അവർക്ക് പരിഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മുടെ എല്ലാവരുടെയും മാറി കിട്ടുന്നതാണ് പറയുക. കാരണം ഏറ്റവും ആദ്യം ഒരു വ്യക്തി ആരാധിക്കേണ്ടത് അവരുടെ കുലദൈവത്തെ അല്ലെങ്കിൽ പരദൈവത്തെ ആണ്. അതാണ് ഈ കുലദൈവം അല്ലെങ്കിൽ പരദൈവം എന്ന് പറയുന്നത്. പിന്നെ വരണതാണ് ദേശദേവത എന്ന് പറയും. അതായത് ഇപ്പോൾ തട്ടകത്തമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ചുറ്റുവട്ടത്തുള്ള ഒരു ദേശത്തുള്ള പ്രധാനപ്പെട്ട ദേവത, അവിടുത്തെ പ്രതിഷ്ഠയായിരിക്കും ദേവത, അതിനാണ് ദേശദേവത എന്ന് പറയാം. അതും കഴിഞ്ഞിട്ടാണ് ഇഷ്ടദേവത വരുന്നത്. കൂടുതൽ പേരുടെയും ഇഷ്ടദേവത ഗുരുവായൂരപ്പനായിട്ടായിരിക്കും. അപ്പോൾ കുലദേവതയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരെയാണ് എപ്പോഴും നമ്മൾ പോയിട്ട് കാണുന്നത്. എല്ലാ ദിവസവും പോയി കാണാന്നല്ല കേട്ടോ അർത്ഥം വരുന്നത്. ഇപ്പോൾ നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ മുത്തശ്ശിയാണെന്ന് വിചാരിക്കുക, അപ്പോഴാണ് കൂടുതൽ പറയാനായിട്ട് എളുപ്പമുണ്ടായിരിക്കുക. അപ്പോൾ ഈ മുത്തശ്ശിയുടെ അടുത്ത് എന്നും കുട്ടികൾ പോയിട്ട് കഥകളൊക്കെ പറയുക, മുത്തശ്ശിനെ കണ്ടിരിക്കുക, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക, സംസാരിക്കുക, സമയം ചെലവഴിക്കുക. അപ്പോൾ മുത്തശ്ശിമാർക്ക് ഇത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാകും. കാരണം അവർക്ക് എപ്പോഴും കുട്ടികൾ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അവർ വന്നില്ലെങ്കിൽ എന്താ കുട്ടികൾ വരാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ അവർക്കൊരു വിഷമാണത്. പക്ഷെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് കാണപ്പെടും. ഇത് നമുക്ക് ചെയ്തു നോക്കാവുന്ന കാര്യമാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ നിരീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികൾ കുറച്ചും കൂടെ വലുതായി പഠിക്കാനൊക്കെ ആയിട്ട് പോയി, വിദേശത്തൊക്കെ ജോലി ചെയ്യാനായിട്ട് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ വിദേശത്ത് നിന്ന് 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മുത്തശ്ശീനെ കാണാൻ വരുന്നതെങ്കിൽ കൂടെ ഒരു മിഠായി കൊണ്ടുവന്ന് കൊടുത്താലും ആ മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകും. അല്ല അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ അവർക്ക് നേരിട്ട് വരേണ്ടതായിട്ടില്ല. അവർ ഗൾഫിലിരുന്നിട്ട് അല്ലെങ്കിൽ വിദേശത്തിരുന്നിട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും മുത്തശ്ശി സുഖാണോ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നന്നായിരിക്കുന്നില്ലേ എന്ന് വെറുതെ ഒന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചാൽ പോലും അവർക്ക് നല്ല സന്തോഷമാണ്. അപ്പൊ എന്താ വേണ്ടത്, അവരെ നമ്മൾ ഓർക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അത്രയേ വേണ്ടൂ. അവരെ പറ്റി ആലോചിക്കുക, അവരെ പ്രാർത്ഥിക്കുക. ഇതിപ്പോൾ അവിടെ പോയി ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടോ. കുടുംബക്ഷേത്രങ്ങളിലാണെങ്കിലും പോകുന്നതാണ് ഏറ്റവും ഉത്തമം. പോകണം തന്നെയാണ് പറയണത്. പക്ഷെ പോകാൻ പറ്റാത്തവരാണെങ്കിൽ എവിടെ ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാലും അവരെ വിളി കേൾക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എല്ലാ ദിവസവും ചടങ്ങുകൾ, വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടുത്തെ ഇപ്പോൾ പ്രതിഷ്ഠാദിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ വരുമല്ലോ, വർഷത്തിലൊരിക്കലെങ്കിലും അവിടെ പോകുക, തങ്ങളെ കൊണ്ട് ആകുന്ന വഴിപാടുകൾ ചെയ്യുക, അവിടെയുള്ള കാര്യങ്ങളിലെ പങ്കാളികളാകുക. ഇത്രയും വേണ്ടൂ, ഇത്രയേ ചെയ്യണ്ടൂ. ഇതും ചെയ്യാത്തവർക്കാണ് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഏറ്റവും ആദ്യം കുലദൈവം ആരാണെന്ന് അറിയുക, അത് അവിടെ പോകുക, അവിടെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം പേരും കേട്ടോ, ഈ വീഡിയോ കാണുന്നവരും. എന്നാലും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് പൂർവികരുടെ അടുത്ത് തന്നെ പോകണം. പൂർവികർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെയുള്ള ആരാധനകളൊക്കെ നിന്ന് പോയിട്ടുള്ള, അതായത് അന്യം നിന്ന് പോയിട്ടുള്ള രീതിയിലൊക്കെ ആയിട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ജ്യോത്സ്യന്മാരൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും, ഇന്ന ദിക്കിലെ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുലദേവതയുണ്ട്, ഇന്ന ആളാണ് അവിടെ ദേവത എന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ ദൂരദേശത്തുള്ളവരൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ കണ്ണൂർ താമസിക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ അവരുടെ കുലദൈവം കിടക്കുന്നുണ്ടായിരിക്കും തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള മൈഗ്രേഷൻസ് ഒക്കെ നടന്നതിന് ശേഷമായിരിക്കും ദൂരത്തേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ദൂരം എപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് പോയി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെ കണ്ടുവരുന്ന രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുലദൈവത്തെ അങ്ങനെ ആവാഹിച്ചിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട് എവിടെയാണോ അവിടെ കൊണ്ടുവന്നിട്ട് കുടിയിരുത്തും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പോകുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ പിന്നെ ഇവിടെ തന്നെ ആരാധിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിലും തൊട്ടടുത്തൊരു ചെറിയ ക്ഷേത്രം പണിതിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ. എന്തായാലും കുലദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറയുന്നത്
പറയണത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ വരും. അതാണ് അമ്മമാരുടെ പ്രത്യേകത. എത്രയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അമ്മമാർക്ക് മക്കളിലോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കും. അത് എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ മകളാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ കുട്ടിയാണ് എന്നുള്ളൊരു ചിന്ത അമ്മമാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. അതാണ് തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരടുത്ത് ഏറ്റുപറയാം. അവരുടെ സഹായം അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെയാണ് ഈ കുലദൈവത്തെ അല്ലെങ്കിൽ പരദേവതയെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇപ്പോൾ അച്ഛനൊരു കുലദൈവം ഉണ്ടായിരിക്കും, അമ്മയ്ക്കും ഒരു കുലദൈവം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ മക്കൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കുലദൈവങ്ങൾ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേരെയും ആരാധിക്കണം, രണ്ട് സ്ഥലത്തേക്കും പോകണം മക്കൾക്ക്. രണ്ടും ബാധകമാണ്. ഇനിയിപ്പോൾ പല രീതിയിലുള്ള സമുദായങ്ങളിൽ പല രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. മക്കത്തായം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, മരുമക്കത്തായമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ മക്കത്തായാണെന്ന് വിചാരിക്കുക, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടി ഉണ്ടായി. മക്കത്തായം ആചരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കുലദൈവം ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടി വിവാഹം കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിക്കാം. അപ്പോൾ പുരുഷന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതും മക്കത്തായമുള്ള ഒരു കുടുംബം തന്നെയായിരിക്കുമല്ലോ. ഇപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഏതാണെന്ന് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേരെയും ആരാധിക്കുക, അത്രയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട്ടിലൊരു കുലദൈവം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം പ്രാധാന്യം അർഹിക്കുന്ന കുലദൈവം. പിന്നെ നോക്കേണ്ടത് അച്ഛൻ്റെ കുലദൈവത്തെയാണ്. അതായത് വിവാഹം കഴിഞ്ഞ് പോകുന്ന ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വീട്ടിലെയും അച്ഛൻ്റെ വീട്ടിലെയും കുലദൈവത്തിനാണ് ഏറ്റവും കൂടുതൽ ഭർത്താവിൻ്റെ വീട്ടിലെ, പിന്നെ അച്ഛൻ്റെ വീട്ടിലെ, അച്ഛൻ്റെ കുടുംബത്തിലെ. അമ്മയുടേതും പോകണ്ട എന്നൊന്നുമല്ല പറയേണ്ടത്. ഓരോ പ്രാധാന്യം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഭർത്താവ് പിന്നെ അച്ഛൻ അങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ മരുമക്കത്തായം ആചരിക്കുന്ന, അതായത് അമ്മയുടെ താവഴിയിൽ നോക്കുന്നവരാണെങ്കിൽ അത് വിവാഹം കഴിഞ്ഞു പോയാലും അത് തന്നെയായിരിക്കും അവരുടെ, അതായത് എങ്ങനെയാണോ അമ്മയുടെ കുലദൈവത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, വിവാഹം കഴിഞ്ഞാലും അമ്മയുടെ കുലദൈവം തന്നെയായിരിക്കും അവരുടെ കുലദൈവം. ആ പെൺകുട്ടിയുടെ കുലദൈവമായിട്ടുണ്ടായിരിക്കാം. പിന്നെ വരുന്നത് ഭർത്താവിൻ്റെ കുലദൈവത്തിനാണ് പിന്നെ അടുത്ത പ്രാധാന്യം വരിക, പിന്നെ അച്ഛൻ്റെ വരും. പക്ഷെ അപ്പോൾ എന്താണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്, രണ്ടുപേരോടും ചിലപ്പോൾ ഒരുമിച്ച് പറഞ്ഞൊന്നും വരില്ല. നമുക്ക് മനസ്സിൽ കുറച്ചും കൂടി അടുപ്പം, കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ. അതേപോലത്തെ അവസ്ഥയാണ്. ഏറ്റവും പ്രാധാന്യം ആ സ്വന്തം വീട്ടിലായിരിക്കും. അതായത് മരുമക്കത്തായമാണെങ്കിൽ പിന്നെ പ്രാധാന്യം ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ എല്ലാവരുടെ അടുത്തേക്കും പോകണം. എല്ലാവരും അതായത് അവർക്കൊക്കെ നമ്മൾ പേരക്കുട്ടികളാണ്, അങ്ങനത്തെ ഒരു സങ്കല്പമാണല്ലോ. അതുകൊണ്ട് എല്ലാവരെയും ആരാധിക്കണം. മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ രീതിയിലാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. മക്കത്തായാണെങ്കിലും മരുമക്കത്തായാണെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് പരദൈവം അല്ലെങ്കിൽ കുലദൈവം എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കുലദൈവം ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അച്ഛനും അമ്മയും നമുക്ക് ഒരേപോലെയല്ലേ. ഒരാളെ മാറ്റി നിർത്തിയിട്ട് ഒരാളെ എടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. രണ്ടാൾക്കും ഒരു കുഞ്ഞുണ്ടാവുന്നതിൽ തുല്യ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് രണ്ടുപേരുടെയും കുലദൈവങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇനിയിപ്പോൾ എപ്പോഴും കുടുംബക്ഷേത്രത്തിലൊന്നും പോകാനായിട്ട് സാധിക്കണില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ദൂരെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ നീങ്ങി നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുലദൈവത്തിൻ്റെ ഫോട്ടോയും ഉണ്ടല്ലോ. ഇപ്പോൾ കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുരുവായൂരുള്ളതുപോലെ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ വിലക്കുകളൊന്നും ഉണ്ടാകില്ല ഫോട്ടോ എടുക്കാനായിട്ട്. അവിടുത്തെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവതിയുടെ ആണെങ്കിൽ ആ ഭഗവതിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുക. ഭഗവാനെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ വെക്കുക, ഒരു വിളക്ക് കൊളുത്തുക. അവരെ പ്രസാദം ലഭിക്കാനായിട്ട് അത്രയും മതി. അവർ പ്രസാദിക്കും തീർച്ചയായിട്ടും. കാരണം അവരെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ അനുഗ്രഹങ്ങൾ തരും. ഒട്ടും നിവൃത്തിയില്ലാത്തവരാണ് കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമില്ല, പോകാൻ പറ്റുന്നവരാണെങ്കിലും ആ ഒരു ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുള്ളത് അത്രയും ഐശ്വര്യം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഫോട്ടോ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാലും അവർ പ്രസാദിക്കും. അത്രയും സിമ്പിളാണെന്നാണ് പറയുന്നത്. അപ്പം അമ്മമാരങ്ങനെയാണല്ലോ. അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും അമ്മമാർ പറയൂ? ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണൽ ലവാണ് അമ്മമാർക്ക് ഉണ്ടായിരിക്കുക. പിതാവിനാണെങ്കിലും അതായത് അച്ഛന്മാർക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പം അത്രയും സിമ്പിളാണ്. അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവരെ ഒന്ന് സങ്കല്പിക്കുക, അവരെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, അവരോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫോട്ടോയും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം. കുലദൈവത്തിൻ്റെ ഫോട്ടോയും വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. നിരവധി പേര് ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും കുലദൈവം ഉള്ളവരായിരിക്കും, അവരെ ആരാധിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഗുണങ്ങളും ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുലദൈവതയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ദേശദേവത വരുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ഇഷ്ടദേവത വരുള്ളൂ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഭഗവാൻ ഒരു നിവേദനം കൊടുക്കുകയെന്ന് വിചാരിക്കാം. അത് ഈ കുലദേവതയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ പെട്ടെന്ന് എത്തും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നിവേദനം കൊടുക്കുകയാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാവില്ല ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. ഏറ്റവും താഴെ തട്ടിലുള്ള ഓഫീസർക്ക് കൊടുക്കും, അത് അടുത്ത ആൾക്ക് കൊടുക്കും, സാങ്ഷൻ ആവും, അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെയാണ് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുക. അങ്ങനെയും നമുക്കിതിനെ പറയാട്ടോ. അപ്പോൾ കുലദേവതയെ എല്ലാവരും ആരാധിച്ചോളൂ. പിന്നെ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചുറ്റിനും ബുദ്ധിമുട്ടുള്ളവരെ നമ്മുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ആകുന്ന സഹായം നിർബന്ധമായിട്ടും നമ്മൾ നൽകുക. അത് തീർച്ചയായിട്ടും ഒരു പുണ്യപ്രവൃത്തിയാണ്. എത്രയോ പുണ്യപ്രവൃത്തികൾ നമ്മൾ ഏകാദശി നോൽക്കുമ്പോൾ അങ്ങനെയുള്ള വൈശാഖ മാസത്തിലൊക്കെ ചെയ്യുന്നു. എല്ലാ വർഷവും നമുക്കത് ചെയ്യാനായിട്ട്, അതായത് വർഷത്തിൽ എല്ലാ ദിവസവും അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ്. തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട്, അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.